പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ മുത്തുമാലകൾ വിൽക്കുന്ന ഒരു പെൺകുട്ടി. ഈ കുട്ടിയുടെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വളരെ വേഗത്തിൽ തരംഗം സൃഷ്ടിക്കുന്നു. പിന്നീട് ആ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കുന്നു. ഇന്ത്യയിലെ പല സ്ഥലത്തും വെച്ച് നടന്ന പല പരിപാടികളുടെയും ഭാഗമാവുന്നു. ഒടുവിൽ വിവാഹിതയുമാവുന്നു. അതെ, കുംഭമേള സ്റ്റാർ മൊണാലിസയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷെ ഇതിലൊന്നുമല്ല. മൊണാലിസയുടെ സ്റ്റോറി ശരിക്കും ഹൈലൈറ്റ് ആയത് ഇപ്പോഴാണ്. അതായത് മഹാകുംഭമേള താരത്തിന്റെ വിവാഹ സമയത്ത് താരത്തിന് 18 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. മാത്രമല്ല, പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചതിന് താരത്തിന്റെ ഭർത്താവ് ഫർമാൻ ഖാനെതിരെ പോക്സോ കേസും രേഖപ്പെടുത്തി. അപ്പോൾ ഇനി അറിയാനുള്ളത് ഈ വിവാഹം മുന്നിൽ നിന്നുകൊണ്ട് നടത്തിക്കൊടുത്ത കേരളത്തിലെ ഇടതു സർക്കാർ ഇപ്പോൾ ആരായി എന്നതാണ്. എന്തു തന്നെയായാലും ഇതൊരു പുലിവാൽ കല്യാണം തന്നെയായി മാറി എന്ന് പറയാൻ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഈ കല്യാണമാണ് യഥാർത്ഥ കേരള സ്റ്റോറി, മനുഷ്യത്വം എന്നിങ്ങനെയുള്ള ടാഗുകൾ നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം പല പ്രമുഖരും സോഷ്യൽ മീഡിയയിൽ വലിയ ഹൈപ്പ് കൊടുത്തത്. എന്നാൽ സ്വന്തം വീട്ടുകാർ പോലും എതിർത്ത ഒരു വിവാഹമായിരുന്നു ഇപ്പറയുന്ന മൊണാലിസയുടേത്. എതിർപ്പ് ഭയന്ന് അഭയം തേടിക്കൊണ്ട് മൊണാലിസയും കാമുകൻ ഫർമാൻ ഖാനും കേരളത്തെ സമീപിച്ചപ്പോൾ കേട്ട പാതി കേൾക്കാത്ത പാതി MV ഗോവിന്ദൻ അടക്കം ഇതിലേക്ക് എടുത്തു ചാടുകയും ഇരുവരുടെയും വിവാഹം നടത്തി കൊടുക്കുകയും ചെയ്തു. അതും ഒരു അമ്പലത്തിൽ വെച്ച് നടത്തിയെന്നതും ഈ വിവാഹത്തിനും ഇതുവഴി ഇടതുപക്ഷത്തിനും പബ്ലിസിറ്റി കൂടാൻ കാരണമായി. പക്ഷേ ഇപ്പോൾ ആ വിവാഹം തന്നെ വലിയൊരു വയ്യാവേലിയായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരം ഒരു വിവാഹത്തിന് സാക്ഷ്യം വഹിക്കേണ്ട ആവശ്യകത ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായിരുന്നോ എന്ന ചോദ്യം ആദ്യം മുതലേ പലയിടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ അതിന്റെ ആക്കം കൂടിയിരിക്കുകയുമാണ്. ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അതേക്കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ പബ്ലിസിറ്റി നോക്കി എടുത്തു ചാടിയതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അമിളി പറ്റിയിരിക്കുന്നതെന്ന് തന്നെ പറയാം. തിരഞ്ഞെടുപ്പ് അടുത്ത സമയം പല രീതിയിലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ സജീവമാവാൻ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു. എന്തായാലും ഈ ശ്രമം വഴിവെച്ചത് വലിയൊരു നാണക്കേടിലേക്കും പരിഹാസത്തിലേക്കുമായിപ്പോയി എന്നത് പറയാതെ വയ്യ. കേരളം ആർക്കും സേഫ് ആണെന്നും സപ്പോർട്ടീവ് ആണെന്നും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനും ആയിരുന്നു ഇടതുപക്ഷം ഈ വിവാഹം നടത്തിക്കൊടുത്തതിലൂടെ ലക്ഷ്യമിട്ടിരുന്നത്. അതിൽ അന്നവർ വിജയിക്കുകയും ചെയ്തിരുന്നു. കാരണം കേരളം മാതൃകാപരമായ ഒരു സംസ്ഥാനമാണെന്നുമൊക്കെയുള്ള പല കമന്റുകളാണ് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഒഴുകിയത്. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായാണ് അവശേഷിക്കുന്നത്. കാരണം പ്രായപൂർത്തിയാവാത്തൊരു പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കാനാണ് ഇടതുപക്ഷം കൂട്ടുനിന്നത് എന്നതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങളാണ് ഇടതുപക്ഷത്തിന് ഇപ്പോൾ കേൾക്കേണ്ടി വരുന്നത്. ഇനി പരിഹാസത്തിന്റെ കാര്യം എടുത്തു പറയുമ്പോൾ മുരളീധരൻ അടക്കമുള്ളവർ പറഞ്ഞത് ചൂണ്ടിക്കാണിച്ചേ മതിയാവൂ. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ 4 വശവും നോക്കേണ്ടേ എന്നതാണ് മുരളീധരൻ MV ഗോവിന്ദനോട് പരിഹാസപൂർവ്വം ചോദിക്കുന്നത്. 4 വോട്ടിന് വേണ്ടി ചാടിക്കയറി അഭിപ്രായം പറയരുതെന്നും കൂട്ടിച്ചേർത്ത് പറയുമ്പോൾ എല്ലാം കയ്യിൽ നിന്നും പോയ അവസ്ഥയാണ് ഇടതുപക്ഷത്തിനും ഇപ്പോൾ ഉള്ളതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും പബ്ലിസിറ്റി നോക്കി ഓരോന്ന് ചെയ്യുമ്പോഴും പരിഹാസമായി മാറുന്നത് ഒരു വ്യക്തി മാത്രമല്ല, മുഴുവൻ പാർട്ടിയും കേരളവും തന്നെയാണ്. എന്തായാലും ഒരു വൈറൽ താരമായതുകൊണ്ടും നല്ല പബ്ലിസിറ്റി ഉള്ളതുകൊണ്ടും അവരുടെ കൂടെ നിന്നാൽ എന്തെങ്കിലും ബോണസ് പബ്ലിസിറ്റി കിട്ടുമെന്നും ഒരുപക്ഷെ ഇടതുപക്ഷം ധരിച്ചു കാണണം. അതാവാം ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് അവരെ നയിച്ചതും. എന്തു തന്നെ ആയാലും ഇടതുപക്ഷത്തിന് ഇതൊരു പാഠം തന്നെ ആയിരിക്കും. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ചാടിക്കയറി അതിൽ അഭിപ്രായം പറയുന്നതും പബ്ലിസിറ്റി കിട്ടാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്തു വെക്കുമ്പോഴും നഷ്ടമാവുന്നത് പാർട്ടിയുടെ തന്നെ മുഴുവൻ ഇമേജ് ആണെന്ന വസ്തുത ഇനിയെങ്കിലും ഇടതുപക്ഷം മനസ്സിലാക്കുമെന്ന് പ്രത്യാശിക്കാം.